2025 ജനുവരി 27 രാവിലെ 9:30 വരെ ശാന്തമായി പോയ നെന്മാറ ഗ്രാമം. ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അരുതാത്തതൊന്നും സംഭവിക്കില്ലെന്ന് വിശ്വസിച്ചവർ. പക്ഷേ പകവീട്ടാൻ കാത്തുനിന്ന കൊലയാളിക്ക് മുൻപിലേക്ക് സുധാകരൻ എത്തിപ്പെട്ടു. കഴുത്തിലും തലയിലും ആഴത്തിൽ വെട്ടേറ്റ് കൈയൊടിഞ്ഞു തൂങ്ങി അയാൾ ജീവനറ്റ് നിലത്തു വീണു. മകന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ ലക്ഷ്മിയമ്മയ്ക്കും നിരവധി വെട്ടേറ്റ് ജീവൻ നഷ്ടമായി. ആ 2 പെൺമക്കൾ തീർത്തും അനാഥരായി. അന്വേഷണത്തിന്റെ മണിക്കൂറുകൾക്ക് നീളമേറി. തന്നെ തിരഞ്ഞു നടക്കുന്ന മനുഷ്യരെയെല്ലാം അയാൾ ഒളിഞ്ഞിരുന്നു കണ്ടിരുന്നു. തിരച്ചിലിന്റെ 37-ാം മണിക്കൂറിൽ പോത്തുണ്ടി വനമേഖലയിൽ നിന്ന് വിശന്നപ്പോൾ ആ നരാധമൻ കാടിറങ്ങി. കൊടും ക്രിമിനൽ ചെന്താമര പോലീസ് പിടിയിൽ. വലിയ വൈകാരികമായി തന്നെയാണ് ആളുകൾ നിൽക്കുന്നത്. പ്രതികാരമത്രയും കൊണ്ടു നടന്ന 58-കാരന്റെ മുഖത്ത് കുറ്റബോധത്തിന്റെ ലാഞ്ചന പ്രതീക്ഷിക്കരുതല്ലോ. പകവീട്ടിയ ആവേശം വിശപ്പുകൊണ്ട് തളർന്നെങ്കിലും മുഖത്ത് പ്രകടമായിരുന്നു. ഒരു കുടുംബം അനാഥമാക്കിയ കൊലയാളിയെ കാത്ത് വൻ ജനാവലി പോലീസ് സ്റ്റേഷൻ മുറ്റത്ത്. പോലീസിന്റെ വീഴ്ച പ്രകടമായ കേസിൽ പിന്നെയും പ്രകോപിതരായി പോലീസ്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കുരുമുളക് സ്പ്രേ പ്രയോഗം. അതോടെ കാര്യങ്ങൾ കൈവിട്ടു. അപ്പോഴും ഇതെല്ലാം കണ്ട് ചെന്താമര ലോക്കപ്പിൽ ഭക്ഷണം കഴിച്ച് വിശപ്പടക്കി. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പുറത്തുവന്നത് നടുക്കുന്ന വിവരങ്ങൾ. ചെന്താമരയുടെ കലി ഇനിയും അടങ്ങിയിട്ടില്ല. ഹിറ്റ് ലിസ്റ്റ് എന്നോ അയാൾ തയ്യാറാക്കി വെച്ചതാണ് മനസ്സിൽ. ഇനിയും 3 പേരെ കൊല്ലാനുണ്ട്. അവസരം കിട്ടിയാൽ കൊല്ലുമെന്ന് കൂസലില്ലാതെ അയാൾ പറഞ്ഞു. ഭാര്യ, മകൾ, മരുമകൻ ഇവരെ കാത്ത് താനിരിക്കുമെന്നും ചെന്താമര. 6 വർഷങ്ങൾക്ക് മുൻപ് ഭാര്യയെ കൊലപ്പെടുത്താൻ ചെന്താമര ശ്രമിച്ചിരുന്നുവെന്ന് ഭാര്യ സഹോദരൻ മാതൃഭൂമി ന്യൂസിനോട് വെളിപ്പെടുത്തിയിരുന്നു. കൈയൊക്കെ 1-2 ഡാമേജ് ആയിട്ടുണ്ട്. കൈ പിടിച്ച് തിരിച്ചിട്ട് പുള്ളിക്ക് ആരോടും സംസാരിക്കാൻ പാടില്ല. പുറത്തിറങ്ങിയിട്ട് ഇവരിപ്പോൾ ഒരു കുട്ടികളടുത്ത് സംസാരിക്കാൻ പാടില്ല. കൂട്ടുകാരികളും ആരാലും അയൽവാസികൾ സംസാരിക്കുമല്ലോ. പുള്ളിക്ക് അത് ഭയങ്കര സംശയമാണ്. ചേച്ചിയോട് ആര് കമ്പനി ഉണ്ടോ അത് അവർക്ക് ഇഷ്ടമല്ല. പുറത്താരുടെ സംസാരിക്കാൻ പാടില്ല. ഇപ്പോൾ പണിക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ളവരോട് സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ചേച്ചിനെ ഉപദ്രവിക്കുകയായിരുന്നു. അപ്പോൾ കുറേയൊക്കെ അവർ സഹിച്ചിരുന്നു. പക്ഷേ ആ സഹി കെട്ടിട്ടാണ് ലാസ്റ്റ് നമ്മൾ വിട്ട്. ഒരു ദിവസം ഇതേപോലെ ചേച്ചിനെ ഇതേപോലെ ചുമരിൽ ചേർത്ത് നിർത്തി കൊടുവാൾ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു എന്നാണ് ചേച്ചി പറയുന്നത്. അതെടുക്കാൻ കൈ ഇങ്ങോട്ട് മാറ്റിയ സമയത്ത് കോതറി ഓടിയിട്ട് അടുത്ത വീട്ടിൽ പോയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്ന് അങ്ങനെ ഓടി വന്നതാണ്. അതിന് അതിന് പോയിട്ട് ഇപ്പോൾ ഒരു 6 വർഷമായി. ഇതെല്ലാം അറിഞ്ഞ് ആ 2 പെൺമക്കൾ കരഞ്ഞു തളർന്ന് പറഞ്ഞത് ഒരേ കാര്യം: അയാളെ തൂക്കിലേറ്റണം, എങ്കിലേ സമാധാനത്തോടെ ജീവിക്കാനാകൂ. എന്താണെങ്കിലും തൂക്കുകയറ. ആ ഒരാളിനെ പേടിച്ചിട്ട് എത്ര നാടും ഞങ്ങളും കുടുംബവും എല്ലാം പേടിച്ചിരിക്കല്ല ആ ഒരു മനുഷ്യന് വേണ്ടി. അപ്പോൾ അയാളെ കൊന്നതിന് അതോട് ഇത്തിരി ആശ്വാസത്തെങ്കിലും ഞങ്ങൾക്ക് വെളിയിലിറങ്ങി നടക്കാമല്ലോ. എല്ലാവരും ഞങ്ങളുടെ കൂടെ വരണമെന്നില്ല. ഒറ്റയ്ക്കാണെങ്കിലും ഞങ്ങൾ യാത്ര ചെയ്യേണ്ടത്. അപ്പം ഞങ്ങളുടെ സുരക്ഷയും നോക്കണ്ടേ. തൂക്കുകയറ് കൊടുക്കുക തന്നെ വേണം. ഇപ്പോഴും പ്രൊട്ടക്ഷനാണ്. ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം. അവർക്ക് എന്താ വേണ്ട വെച്ച് ചെയ്തു കൊല്ല്. ഞങ്ങൾ അനാഥയായില്ലേ. രാത്രി മുഴുവൻ വിശദമായ ചോദ്യം ചെയ്യൽ. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ്. പ്രതിഷേധം കടുത്തതോടെ നെന്മാറയിൽ നിന്ന് പോലീസ് സംഘം കൊലയാളിയുമായി ആലത്തൂരിലേക്ക്. അങ്ങനെ അടുത്ത പകൽ. പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് കൃത്യമായ സഹകരണം. 2019 കൊലപാതകത്തിന് ശേഷം പറഞ്ഞത് അതേപടി ആവർത്തിച്ചു. കുടുംബം തകർത്തവരെ കൊന്ന് പകവീട്ടാൻ ഇറങ്ങിത്തിരിച്ചുതെന്ന്. പ്രതിഷേധങ്ങൾ പലകുറി കണ്ടു. വൈകിട്ടോടെ ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക്. താൻ ഒറ്റയ്ക്ക് ചെയ്ത കൃത്യമെന്ന് ചെന്താമര കോടതിയിൽ. 100 വർഷം ശിക്ഷിച്ചോളൂ, മകളെയും മരുമകനെയും കാണണ്ട, അവിടെ തലകുനിക്കാനാകില്ല. അങ്ങനെ പോകുന്നു
കൊലയാളിയുടെ കുറ്റസമ്മതമൊഴി. ഫെബ്രുവരി 12 വരെ ആലത്തൂർ സബ് ജയിലിൽ. കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിക്കുന്നതേയുള്ളൂ. പ്രതിഷേധം തണുക്കാനാകും കാത്തിരിക്കുന്നത്. ഫീലിംഗ് ദാറ്റ് ഹി ഈസ് എ ടൈഗർ. സോ അങ്ങനെയാണെങ്കിൽ മറ്റാളുകൾക്ക് ഒരു ഹി വിൽ ബി കൺസിഡറിങ് ആസ് ഡൗൺ. ചെറിയ ബോധ്യമാണ് ഉള്ളത്, പക്ഷേ പൂർണ്ണമായിട്ട് അത് ഇതില്ല. ഒരു എന്താ പറയുക, ഒരു പെൻറ്റ് പോലെ അയാൾക്കില്ല. ഗിൽറ്റ് ഫീലിംഗ് അങ്ങനെയല്ല, ഒരു സന്തോഷം പോലെ തന്നെയാണ്. കേരളം നടുങ്ങിപ്പോയ ക്രൂരതയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാണ് ആ 2 പെൺകുട്ടികൾ. 5 വർഷമായി സമാധാനമെന്തെന്നവർ അറിഞ്ഞിട്ടില്ല. ഈ വലിയ വേർപാടിലും അവർക്കിനിയുള്ള ജീവിതം ജീവിക്കണം. അതിന് അവരുടെ ദുസ്വപ്നങ്ങളുടെ കാരണക്കാരൻ ചെന്താമര പുറം ലോകം കാണരുത്. മറ്റൊരു ജീവൻ കൂടി നമ്മുടെ സംവിധാനത്തിന്റെ പിഴവുകൊണ്ട് നഷ്ടമാകരുത്. ക്രൈം ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.